ഒരു കീച്ചൻ വണ്ടിയാണ്. അത് വൈകാതെ തന്നെ ഏത് വണ്ടിയാണെന്ന് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആ വണ്ടി എടുക്കുന്നത്, ഈ വണ്ടി പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ 8ൻ്റെ പണി തന്നെ കിട്ടും. കാര്യം ഇതെനിക്ക് ലക്കിന് കിട്ടിയൊരു സാധനമാണ്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ ഈ വണ്ടി റിവീൽ ചെയ്തിട്ട് 200 ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. അത് ഞാൻ സ്വന്തമാക്കി. ഇത് കറക്റ്റം പൊങ്ങി കാണാൻ പോകുമോ, നീ റിവീലാകുമോ എന്നുള്ളൊരു പേടി. 4-5. അപ്പോൾ യെസ്, ഫൈനലി നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന കർട്ടൻ്റെ അടിയിൽ ഞാൻ വാങ്ങിയ എൻ്റെ പുതിയ ബൈക്കാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ വണ്ടികളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങിച്ചൊരു വണ്ടിയാണ്. എൻ്റെ പ്രൈമറി വണ്ടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാര്യം എൻ്റെ പ്രൈമറി വണ്ടിയായിട്ട് ഞാൻ V3 FC മാത്രമാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വണ്ടി അപ്ഡേറ്റ് ചെയ്ത് അത് മറിച്ച് വലിയ രീതിയിൽ പ്രൊഫഷണലായിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്നൊരു വ്യക്തിയല്ല. വണ്ടി കച്ചവടം പ്ലസ് വ്ളോഗിങ് ഇൻഫ്ലുവൻസർ ആ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫ്. അപ്പം പണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വണ്ടികളൊക്കെ ഈ ഒരു പ്രൊഫഷൻ വഴി എനിക്ക് വണ്ടി ഇപ്പം നിലവിൽ ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധ്യത. അതിൽ ഡ്യൂക്ക് 200 ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. അത് ഞാൻ സ്വന്തമാക്കി. ഇത് കറക്റ്റം പൊങ്ങി കാണാൻ പോകുമോ, നീ റിവീലാകുമോ എന്നുള്ളൊരു പേടി. അപ്പം ഇങ്ങനെ സംസാരിക്കാം. അപ്പം ഡ്യൂക്ക് 200 ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വണ്ടിയായിരുന്നു. അത് സ്വന്തമാക്കാൻ സാധിച്ചു. ഡ്യൂക്ക് 390 BS3 സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ 220 സ്വന്തമാക്കാൻ സാധിച്ചു. ഒരുപാട് വണ്ടികൾ R15 വർഷത്തെ അത് ഓൾറെഡി നമ്മൾ മേടിച്ച വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ കഷ്ടപ്പാടിൽ ഞാൻ മേടിച്ചൊരു വണ്ടിയാണ്. സോ അങ്ങനെ ഒരു 9 വർഷമായിട്ട് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കിടന്ന ഒരു കില്ലാടി ഐറ്റമാണ് ഈ ഒരു കർട്ടൻ്റെ അടിയിൽ എന്തായാലും നിലവിലുള്ളത്. ഒരു കീച്ചൻ വണ്ടിയാണ്. അത് വൈകാതെ തന്നെ ഏത് വണ്ടിയാണെന്ന് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആ വണ്ടി എടുക്കുന്നത്, ഈ വണ്ടി പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ 8ൻ്റെ പണി തന്നെ കിട്ടും. കാര്യം ഇതെനിക്ക് ലക്കിന് കിട്ടിയൊരു സാധനമാണ്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ ഈ വണ്ടി റിവീൽ ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മൾക്ക് റിവീൽ ചെയ്യാൻ, നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ വലിയൊരു ആരവമായിട്ടൊന്നും പഴയതുപോലൊന്നും ചെയ്യാനുള്ള സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒന്നൊരു വണ്ടി എടുക്കുന്നു, നിങ്ങളൊന്ന് കാണിക്കുന്നു. എൻ്റെ പഴയ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഡ്രീമായിട്ട് കിടന്ന കുറേ വണ്ടികളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്വന്തമായി കുറച്ച് നാൾ ഉപയോഗിച്ച് ഇങ്ങനെ സെയിൽ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് നാളോടെ കഴിഞ്ഞിട്ട് അത് വിപുലീകരിച്ച് നമുക്ക് എന്തായാലും ഒരു വലിയ സെറ്റപ്പിലോട്ട് മാറാം. അപ്പോൾ ഈ ക്യാമറ പിടിക്കാനൊന്നും സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ആരുമില്ല. ഞാൻ പ്രത്യേകിച്ച് ആരെയും അങ്ങനെ വിളിക്കാറുമില്ല. ഇപ്പം വ്ളോഗിങ് ഞാൻ വലിയ പ്രൊഫഷണലായിട്ട് ഇപ്പം ചെയ്യാറില്ല. നമുക്കല്ലെങ്കിൽ ഈ കാറ്റത്ത് പറന്ന് പോയില്ലയോ നമുക്ക് നോക്കാം. അപ്പം കാറ്റ് കുറയും, അല്ലെങ്കിൽ ഒടുക്കത്തെ കാറ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാമറ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോയി അൺവീൽ ചെയ്യാം. അതോ ശേ, 1 2 3 4 5. യെസ്, നിങ്ങൾ ഊഹിച്ച് കാണാൻ വഴിയില്ല. കാര്യം എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈലുമായിട്ട് ഒരിക്കലും ഈ വണ്ടി മാച്ച് ആകുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ ഡൗട്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ഡൊമിനറൊക്കെ ഒന്ന് ഓടിച്ച് തുടങ്ങിയത് തൊട്ടാണ് ഈ വണ്ടി എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത്. സോ ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. നമ്മുടെ പച്ച കളർ ഡൊമിനർ, വേറെ ഒരു കളറിലോട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് നിലവിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതായത് ഈ ഒരു പച്ച കളർ തന്നെ വേണം എന്നൊരു വാശി തന്നെ ആയിരുന്നു. അപ്പം വാശിയെന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധം തന്നെ ആയിരുന്നു. പക്ഷേ ഡൊമിനർ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഫേസ്ബുക്കിലും OLX-ലൊക്കെ കിടക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 50,000-40,000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്രഷ് ലുക്കിലുള്ളൊരു വണ്ടിയാണ്. പുതിയത് വാങ്ങിക്കുന്നതും തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയാണ്. 3 ലക്ഷത്തിന് താഴെ ഒരു 400cc 40 bhp ഒരു അൾട്രാ ടൂറിങ് കേപ്പബിലിറ്റി ഉള്ള പവർ ക്രൂസുകളെന്നതിലേക്ക് ഭയങ്കര വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് പൈസ ലാഭിക്കും. 1.5 ലക്ഷം രൂപ അടുത്ത് ലാഭിക്കും. 1.50 ഈ വണ്ടി കിട്ടും സിമ്പിളായിട്ട്. പക്ഷേ എനിക്കിത് ലക്കിന് കിട്ടാൻ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ ഞെട്ടും. 10,478. ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. എൻ്റെ എൻജിൻ സൗണ്ട് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു എൻജിനാണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഭയങ്കര സ്മൂത്താണ്. കണ്ടില്ലേ,
അടിപ്പൻ സ്മൂത്തായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ കാര്യം ആ MRF റെഫ്സ് ടയർ ഉണ്ടല്ലോ, വണ്ടി മേടിക്കുമ്പോൾ കിട്ടും, ആ ടയർ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ബ്രേക്ക് പാഡ്, ചെയിൻ സ്പ്രോക്കറ്റ്, വണ്ടിയിലെ ആ ഒരു ഫിനിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി എല്ലാം തന്നെ ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് നിലവിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി അങ്ങ് തുച്ഛമായ വിലയ്ക്ക് നമ്മളങ്ങ് പൊക്കി. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരും. ബട്ട് കുറച്ച് നാൾ എനിക്ക് ഈ വണ്ടിക്കകത്ത് കുറച്ച് ട്രിപ്പൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. 2 ഇൻഡിക്കേറ്ററൊന്നും ഇല്ല, അതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. ഡോമിനറിൻ്റെ ഇൻഡിക്കേറ്റർ എന്തായാലും ഓടിയും. അതിപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് 2 ഇൻഡിക്കേറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ളൊരു വിഷയം മാത്രമാണ് നിലവിലുള്ളത്. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഒരു ഓയിൽ സീലോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിയിട്ടില്ല. വണ്ടി ഓടിക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് ഡോമിനർ ഓടിക്കുന്നവർക്കറിയാം. പുതിയ മോഡൽ വണ്ടി എടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു സെക്കൻഡറി മീറ്റർ എനിക്ക് ഭയങ്കര മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവം തന്നെയാണ് ഡോമിനറിൽ. ഇതിപ്പോൾ ഈ ഗോപുറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം നല്ലതായിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം ഈ ഒരു മീറ്റർ. അതുമാത്രമല്ല പവറും ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ നമുക്കിപ്പം ഒന്ന് ശാന്തമായിട്ട് ഓടിക്കാനാണെങ്കിൽ ശാന്തമായിട്ട് ഓടിക്കാൻ ചെയ്യാം. സിറ്റി യൂസിനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് എറണാകുളത്തൊക്കെ പോയി ഒരു പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3-6 വാഗമണ്ണൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്കകത്ത് പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടുണ്ടല്ലോ, അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു മോഡലിനും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 130 വേണമെങ്കിലും കൈ എടുക്കാതെ നമുക്ക് ഓടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 2 ടയർ, ബ്രേക്ക് പാഡ് എല്ലാം, എൻജിൻ സൈഡ് എല്ലാം തന്നെ പക്ക പെർഫെക്റ്റാണ്. എൻജിൻ ഓയിൽ എല്ലാം തന്നെ കറക്റ്റായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഈ കാണുന്ന ഹാൻഡിൽ ബാർ റൈസർ ഒരെണ്ണോടെ എനിക്ക് വെക്കണമെന്നുണ്ട്. അതെന്തായാലും ഞാൻ വെക്കും, കമ്പനി സാധനം തന്നെ. പിന്നെ നമ്മുടെ ആ ഒരു കമ്പനി വൈസർ ഉണ്ടല്ലോ, ഫാക്ടറിയിൽ നിന്ന് വരുന്ന വൈസർ, ആ വൈസർ വെക്കണം. പിന്നെ ഒരു മറ്റേ ലഗേജ് റാക്ക്, ബാക്ക് റെസ്റ്റ്, പില്ലിന് കുറച്ച് കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ വണ്ടിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അതായത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതാണ് ഈ വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും പണി കിട്ടും. 10,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5,000 കിലോമീറ്റർ ഓടിയ ചില ഡൊമിനറിനൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വഴി ക്രാങ്കിന് പണി കിട്ടുന്നുണ്ട്. ഹെഡ് ഒരുപാട് വട്ടം മാറിയിട്ടും പണി തീരാത്ത വണ്ടികളുണ്ട്. അപ്പോൾ ഹെഡിന് കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 8ൻ്റെ പണി തന്നെ കിട്ടും. പിന്നെ കൂളൻ്റ് ലെവലൊക്കെ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. ഒരു 400cc ആയതുകൊണ്ട് എന്തായാലും കൂളൻ്റ് കുറച്ചിട്ട് ഓടിച്ച വണ്ടിയാണെങ്കിൽ കൂളൻ്റ് ഓയിൽ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. കാരണം ഡൊമിനറാണ്. നിങ്ങൾ ഇച്ചിരി കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിക്കോളൂ. ഇവിടുന്ന് 6-7 കോണ്ടിനെൻ്റൊക്കെ താണ്ടിയ ഒരു മുതലാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ കെയർ കൊടുത്താൽ ഓടിക്കും. പക്ഷേ കെയർ കൊടുത്തില്ലെങ്കിൽ അതുപോലെ ചവറുമാവും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ വണ്ടി. ഈ വണ്ടിയുടെ വിസിലിംഗ് സൗണ്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്നത്. കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ നമ്മുടെ ബജാജ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടിയത്. ഐ മീൻ പർപ്പസ്, നല്ലൊരു വാല്യൂ ഫോർ മണി. പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ പോരായ്മകളൊക്കെ ഉണ്ട്. അതായത് ചില വണ്ടികൾക്കൊക്കെ ഹെഡ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൈബ്രേഷൻസൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക്. അതുപോലെ കുറച്ച് പോരായ്മകളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അടുത്ത ടൈം ഈ വണ്ടിയുടെ പ്രൈസ് കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ അങ്ങ് മറക്കും. പിന്നെ അതുപോലെ ഈ ഡൊമിനറിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കാര്യം ഈ 193 കിലോയ്ക്കകത്തോട്ട് ഈ ഒരു 35 Nm ടോർക്കും അതുപോലെ തന്നെ 40 bhpയും കയറുമ്പം ഇത് സ്ലോ ആകും എന്നുള്ള ഒരു ഡൗട്ട്. ഇതെങ്ങനെ ബജാജ് ഈ ബജാജ് പോലും വിചാരിച്ചില്ല ഈ വണ്ടി ഇത്രയ്ക്ക് അങ്ങോട്ട് കേപ്പബിളായിട്ട് മാറും എന്നുള്ള കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അന്യായ സ്റ്റെബിലിറ്റിയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല അടിപൊളി 2 ഗ്രിപ്പുള്ള ടയറൊക്കെ മേടിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഹൈവേ കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു എക്സ്പ്രസ് ഹൈവേയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. ആ എക്സ്പ്രസ് ഹൈവേ കൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വണ്ടി കൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. ഹൈവേ പെർഫെക്റ്റ് ഹൈവേ ടൂളാണ്. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ADV വാങ്ങാൻ നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ മാത്രമാണ് ബഡ്ജറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഒരു ഡീസൻ്റായിട്ടുള്ള ഒരു മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി 2020-21 മോഡൽ വണ്ടിയൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതിനൊന്നും നിങ്ങൾ വിഷമിക്കുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. കാര്യം ഡൊമിനർ എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടർ ബൈക്കാണ്. നിങ്ങൾക്കൊരു 390യുടെ 373cc ആ ഒരു സെയിം
എന്താ പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിനായതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു DNA എന്തായാലും ഈ ഒരു എഞ്ചിൻ്റെ ഉള്ളിലുണ്ട്. കാര്യം അത് കൈ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വലിച്ച് കയറുന്നുണ്ട്. എന്നാൽ നമുക്ക് സ്ലോയിലും പോകാം. ഇതിനെ പോലെ ഇടിച്ചിടിച്ച് ജെർക്ക് ചെയ്ത് നിൽക്കത്തില്ല ഈ ഒരു വണ്ടി. സോ അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വെയിറ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല കംഫർട്ടാണ് കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ടൂറിങ് മെഷീനൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ, പുതിയ വണ്ടിയിലോട്ട് ഒരു ബിഗിനർ അല്ലെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിനെ വെല്ലാൻ വേറെ ഒരു വണ്ടിയുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അത്രയ്ക്ക് എന്താ പറയുക, ഒരു പ്രത്യേകത ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. അത് ഈ ഒരു കമൻറ്റ് ബോക്സ്, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കാര്യം ഡൊമിനർ തൊട്ടേ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ടെക്നിക്കൽ വൈസ് ഈ ഒരു UG വെർഷൻ, ഈ ഡബിൾ ബാരൽ എക്സോസ്റ്റ് വരുന്ന ഈ ഒരു മോഡൽ മികച്ചൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും ഓൺ ഫീലിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ആ ഒരു പഴയ സിംഗിൾ ബാരൽ എക്സോസ്റ്റ് വരുന്ന ആ ഒരു Gen 1 ഡൊമിനറാണ്. അത് 35 bhp, ഇതിനേക്കാളും പവറൊക്കെ കുറവേ ഉള്ളൂ. പക്ഷേ അത് എന്തോ അതിൻ്റെ ഒരു വിസ്ലിംഗ് സൗണ്ടും അതിൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷനൊക്കെ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് ആ ഒരു വണ്ടിയിൽ. ഇത് മോശമാണെന്നല്ല, ഇതിന് കുറച്ചും കൂടെ ഒരു ചെറിയൊരു രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അനോയിങ് ആയിട്ടുള്ള വൈബ്രേഷനൊന്നും അല്ല, ഒരു ചെറിയൊരു വൈബ്രേഷൻ. പിന്നെ സൗണ്ട് ഈ വണ്ടിയുടെ വെല്ലാം വേറെ ഒന്നുമില്ല. എനിക്ക് ഈ ടണ്ണിൽ കൂടെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭയങ്കര ഇടിമുഴക്കം പോലുള്ള സൗണ്ടാണ്. ഹയർ ആർഗ്യുമെൻറ്റിലൂടെയൊക്കെ പോകുമ്പം ഭയങ്കര അറ്റൻഷനാണ് ഈ വണ്ടിയുടെ സൗണ്ടിന് നമുക്ക് കിട്ടുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഒരു മൈലേജും ഡീസൻ്റായിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടും. ഒരു 30 വരെയൊക്കെ നിങ്ങൾക്ക് നല്ല ഡീസൻ്റായിട്ട് ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, അതിലൊരു തർക്കവും വേണ്ട. സോ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മെയിൻ്റനൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഡബിൾ ഹാപ്പിയാണ്. ഒരു 2000-2500 മാക്സിമം പോയാലും ജനറൽ സർവീസ്. പിന്നെ പാർട്സൊക്കെ ആണെങ്കിൽ ചീപ്പാണ്. സോ എടുക്കാൻ താല്പര്യമുള്ളൊരു ഇൻസ്റ്റയിൽ ഇപ്പോൾ ഉടനെ വീഡിയോ വരും, കാത്തിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാം. അതിലേക്കും ബൈ.